ഇന്നും യേശുവിനോട് കൂടി യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ജീവിതത്തിൽ നമുക്ക് അന്യോന്യം ആശ്രയമില്ലാതെ ഇവിടെ കഴിയാൻ പറ്റില്ല. കഴിഞ്ഞ നാളുകളിൽ ജീവിച്ചിരുന്നവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരും ഇനി ഒരുപക്ഷെ കർത്താവിൻ്റെ വരവ് എത്ര നാളുകൾ താമസമുണ്ട് അത്രയും നാളുകളും ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരുപോലെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, എനിക്ക് തനിയെ ജീവിക്കാൻ കഴിയില്ല. ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് മറ്റൊരാളെ നമ്മൾ ആശ്രയിച്ചേ മതിയാകൂ. അത് മനുഷ്യനെന്നല്ല, മറ്റൊരു രാജ്യത്തിൻ്റെയോ മറ്റൊരാളുടെയോ ആശ്രയമില്ലാതെ ആർക്കും ഈ ലോകത്ത് ജീവിക്കാൻ സാധ്യമല്ല. ഇതിനെ സാധൂകരിക്കുന്ന ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കട്ടെ. 118 സങ്കീർത്തനം 8-9 വാക്യങ്ങൾ അതിനായിട്ട് വായിക്കുന്നു. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഒരിക്കലൊരു പ്രഭാഷകൻ തൻ്റെ ജീവിതാനുഭവങ്ങളെ ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ താൻ ഓഡിയൻസിൻ്റെ അടുക്കൽ നിന്ന് പലരുടെയും മുഖങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിലൊരാൾ സംശയാലുവായിട്ട് ഈ ശുശ്രൂഷ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് സംസാരിക്കാൻ തുടങ്ങി. സംസാരമധ്യേ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: താങ്കൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ സശ്രദ്ധം ശ്രദ്ധിച്ചു കേട്ടു, പക്ഷേ എൻ്റെ ഒരു സംശയമുണ്ട്, അതൊന്ന് ചോദിച്ചു കൊള്ളട്ടെ. അദ്ദേഹം പറഞ്ഞു, താങ്കൾക്ക് സംശയം ചോദിക്കാൻ അവകാശമുണ്ട്, എന്ത് വേണമെങ്കിലും ചോദിച്ചാട്ടെ. എനിക്ക് അറിയാൻ പറ്റുന്നതാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനപ്രകാരം അതിന് മറുപടി ലഭിക്കാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് മറുപടി പറയും. അങ്ങനെ അദ്ദേഹം തൻ്റെ സംശയം ഇങ്ങനെയാണ് പറഞ്ഞത്: താങ്കൾ പ്രസംഗിച്ച മുഴുവൻ കാര്യങ്ങളും സത്യമാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അത് നിങ്ങളുടെ ഒറ്റ ഒരാളുടെ അനുഭവമല്ലേ? വേറെ എത്രയോ ആളുകളുണ്ട് ഈ അനുഭവത്തിലല്ലാത്തവർ. വേറെ എത്രയോ ആളുകളുണ്ട് ഈ അനുഭവത്തെ നിഷേധിച്ച് ജീവിക്കുന്നവർ. ഒരുപക്ഷെ താങ്കൾ പറയുന്നത് മാത്രം ശരിയെന്ന് വിശ്വസിച്ച് ഞാൻ ഇതിൽ ആശ്രയിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന നിലയിൽ ജീവിച്ചാൽ ഞാൻ അബദ്ധത്തിൽ ചെന്ന് ചാടില്ലേ? ഇങ്ങനെ നീണ്ടുപോയി തൻ്റെ ചോദ്യങ്ങൾ. എല്ലാത്തിനും ഒടുവിൽ അദ്ദേഹം തൻ്റെ മറുപടിക്കായിട്ട് കാത്തിരുന്നു. താൻ ഇങ്ങനെ പറഞ്ഞു: എന്നാൽ ഇനി ഞാൻ സംസാരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ലോകത്തിലെ മുഴുവൻ ആളുകളും അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. ഞാൻ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും എൻ്റെ അഭിപ്രായമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് ഏറ്റവും നല്ലത്. കാരണം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തിപരമായി ഫീൽ ചെയ്തു, മനസ്സിലായി എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ പറഞ്ഞ ഇതേ കാര്യങ്ങൾ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഏതൊരു ക്രിസ്ത്യാനിയോടും ചോദിക്കൂ. അവർക്കൊക്കെ പറയാൻ കഴിയുന്നത് ഇദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു, കാരണം അദ്ദേഹം പറഞ്ഞ നിലകളിലാണ് ഞങ്ങളുടെ ജീവിതത്തിലും കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത മതവിഭാഗങ്ങൾക്ക് അവരുടേതായ ആശ്രയങ്ങളും അവരുടേതായ അഭിപ്രായങ്ങളും പഠിപ്പിക്കലുകളുണ്ട്. ഇതൊന്നും തമ്മിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ളതല്ല. എല്ലാ മതങ്ങൾക്കും അവരുടേതായ പുണ്യഗ്രന്ഥങ്ങളുണ്ട്. സത്യഗ്രന്ഥം, സത്യവേദ പുസ്തകം എന്ന ഈ വിശുദ്ധ ബൈബിൾ നമ്മളുടെ കയ്യിലിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത്, ലോകത്തിലുള്ള മുഴുവൻ ആളുകളും ഇത് ഒരുപക്ഷെ വിശ്വസിക്കുന്നവരായിരിക്കില്ല. ഇതിൽ എഴുതിയിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളോടും അവർക്ക് യോജിക്കാൻ കഴിഞ്ഞെന്നും വരില്ല. അതൊക്കെ ശരിയാണ്. മറ്റുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെ ആശ്രയിക്കാനോ അതിലെ ആശയങ്ങൾ വിശകലനം ചെയ്യാനോ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഇവിടെ വായിച്ച വാക്യപ്രകാരം മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് ഒരു മനുഷ്യനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് ഒരു മനുഷ്യനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പാടിയ ആൾ, ഇത് എഴുതിയ ആൾ ആണിത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിലെ മുഴുവൻ കാര്യങ്ങളും ദൈവശ്വാസനീയമാകിയാൽ ദൈവത്തിൻ്റെ അംഗീകാരമില്ലാത്ത ഒരു വാക്കുപോലും ഇതിനകത്ത് എഴുതാൻ കഴിയില്ല. മനുഷ്യൻ്റെ വാക്കുകളല്ല ഇത്, മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് അവർക്ക് ദൈവാത്മ പ്രേരണയാൽ ലഭിക്കുന്ന വാക്കുകളാണ് അവർ എഴുതിയിരിക്കുന്നത്. മനുഷ്യനിൽ എന്നുള്ളത് അങ്ങ് മാറ്റിവെക്കൂ. സ്വന്തം മക്കളിൽ പോലും ആശ്രയിക്കാൻ കഴിയില്ലല്ലോ. സ്വന്തം ഭാര്യ ഭർത്താക്കന്മാർക്ക് അന്യോന്യം ആശ്രയിക്കാൻ കഴിയില്ലല്ലോ. എത്രയോ ജീവിത കഥകൾ നമ്മൾ അനുദിനം കേൾക്കുന്നുണ്ട്. ആശ്രയമായിരിക്കേണ്ടവർ, ആശ്വാസമായിരിക്കേണ്ടവർ, താങ്ങും തണലുമായിരിക്കേണ്ടവർ, നിഷ്കരണം കൈവിട്ട എത്രയോ സംഭവങ്ങൾ, ഉപേക്ഷിച്ച എത്രയോ സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, വായിച്ചറിയുന്നുണ്ട്. എന്നാൽ സുഹൃത്തെ, ഒരു കാര്യം താങ്കൾ വിശ്വസിക്കുക, മനസ്സിലാക്കുക: യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഏതൊരാളും, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏതൊരാളും തീർച്ചയായിട്ടും അതിലൂടെയുള്ള നന്മകൾ അനുഭവിക്കുക തന്നെ ചെയ്യും. തിരുവചനത്തിൽ നമ്മൾ വായിച്ചിട്ടില്ലേ, യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുവിൻ. 1000 പേർ
ഉണ്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ ഏതെങ്കിലും സദ്യവട്ടങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞിട്ടേ അതിനുശേഷം അവരോട് ചോദിക്കൂ, ഇവിടെ വിളമ്പിയ മുഴുവൻ വിഭവങ്ങൾക്കും ഒരേ നിലയിലുള്ള രുചിയായിരിക്കില്ല എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുള്ളത്. എന്നതുപോലെ തന്നെയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന കാര്യവും. ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ, ദൈവകൃപയിൽ നമ്മൾ ശരണപ്പെടുമ്പോൾ അത് തികച്ചും വ്യക്തിപരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കൂടുതലായി ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഏതെല്ലാം ആശ്രയങ്ങൾ സ്ഥാനത്തായാലും ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഒരിക്കലും വെറുതെ ആവില്ല. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ ഏതെല്ലാം വഴികൾ കൈവിടപ്പെട്ടു പോയാലും അങ്ങിലുള്ള ആശ്രയം ഒരിക്കലും വൃഥാവാകില്ലെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് അങ്ങയെ പിൻപറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.